എല്ലാവർക്കും ലേൺ വിത്ത് അഞ്ചു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ വന്നത്. ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തെല്ലാമെന്ന് നമുക്ക് നോക്കി പോകാം. ഒരുപാട് പോയിന്റ്സ് ഉള്ള ചാപ്റ്ററാണ്. അപ്പോൾ നോട്ട് എഴുതിയിട്ട് ക്ലാസ് കാണാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്? ആദ്യം കാണിച്ചിരിക്കുന്നത് ചെങ്കോട്ടയാണ്. മുഗൾ ഭരണകാലത്ത് അന്നത്തെ ഭരണാധികാരിയായിരുന്നു, മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ ഭരണകാലത്ത് അന്ന് സ്ഥാപിക്കപ്പെട്ടുള്ള, ഡൽഹിയിൽ സ്ഥാപിക്കപ്പെട്ടുള്ള ചെങ്കോട്ടയാണത്. രണ്ടാമത്തത് ഇതേ കാലഘട്ടത്തിൽ തന്നെ ദക്ഷിണേന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന വിജയനഗര സാമ്രാജ്യം, അതിൻ്റെ തലസ്ഥാനമായ ഹംപിയുടെ ചിത്രമാണ് രണ്ടാമത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മുഗൾ ഭരണത്തെക്കുറിച്ച് നോക്കാം. 1526 എന്നാണ്. 1526 മുഗൾ ഭരണം സ്ഥാപിച്ചതാരാണ്? ബാബറാണ് സ്ഥാപിക്കുന്നത്. 1857 വരെ മുഗൾ ഭരണം നിലനിന്നിരുന്നു. അപ്പോൾ അതുവരെയുള്ള ഭരണാധികാരികൾ ആരൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ 1526 മുഗൾ ഭരണം സ്ഥാപിച്ചതാരാണ്? അത് ബാബറാണ്. അപ്പോൾ 1526 മുതൽ 1857 വരെ ഡൽഹി ഭരിച്ച മുഗൾ ഭരണാധികാരികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് ബാബർ. 1526 മുതൽ 1530 വരെ ബാബറായിരുന്നു ഭരിച്ചിരുന്നത്. പിന്നീട് ഹുമയൂൺ 1530 മുതൽ 1540 വരെയും 1555 മുതൽ 1556 ഹുമയൂണാണ് മുഗൾ ഭരണാധികാരി ആയി ഇരുന്നിട്ടുള്ളത്. ആദ്യത്തെ ബാബർ, രണ്ടാമത് ഹുമയൂൺ. പിന്നീട് അക്ബർ 1556 മുതൽ 1605 വരെ അക്ബറും, പിന്നീട് 1605 മുതൽ 1627 ജഹാംഗീറുമാണ് മുഗൾ ഭരണാധികാരിയായി ഇരുന്നിട്ടുള്ളത്. തുടർന്ന് 1628 മുതൽ 1658 വരെ ഷാജഹാനും 1658 മുതൽ 1707 വരെ ഔറംഗസേബുമായിരുന്നു. അപ്പോൾ ഇവരുടെ കാലഘട്ടം പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. ഓരോ ടിപ്സൊക്കെ ഉപയോഗിച്ച് ഓർത്ത് വെക്കാൻ പറ്റുന്നവർ അങ്ങനെ ഓർത്ത് വെക്കുക. ഇവരുടെ പേര് മറക്കാതെ ഓർത്ത് വെക്കുക. ഓർഡറിൽ തന്നെ ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. വളരെ വിസ്തൃതമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു ഈ മുഗൾ രാജഭരണത്തിൻ്റെത്. ഇന്നത്തെ ഇന്ത്യക്ക് പുറമെ അയൽ രാജ്യങ്ങളിലേക്ക് മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു. ഔറംഗസേബിൻ്റെ കാലത്ത് 1707 ഒരു മുഗൾ രാജ്യത്തിൻ്റെ നമ്മുടെ ആ ഒരു ഭൂപടമാണ്, അവരുടെ അധികാരം നിലനിന്നിരുന്ന പ്രദേശങ്ങളുടെ ഒരു ഭൂപടമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിലത് ഒരുപാട് പ്രദേശങ്ങൾ പറയുന്നുണ്ട്. കാബൂൾ, പെഷ്വാൾ, കാശ്മീർ, ലാഹോർ, മുൾട്ടാൻ, ഡൽഹി, ആഗ്ര, അവധ്, അലഹബാദ്, ബീഹാർ, ഢാക്ക, ബ്ലങ്ക, കട്ടക്, ഗോൾക്കൊണ്ട, ബിജാപൂർ, അറക്കോട്ടെ, ബീഹാർ, അഹമ്മദ് നഗർ, ബെറാർ, മാണ്ഡു, മാൾവ, മീവാർ, അജ്മീർ, സിന്ധ്, തട്ട, അഹമ്മദാബാദ്, ഗുജറാത്ത് എന്നീ പ്രദേശങ്ങളൊക്കെ ഔറംഗസേബിൻ്റെ കാലത്ത് മുഗൾ രാജ്യവുമായി ചേർന്ന് നിന്നിരുന്ന പ്രദേശങ്ങളായിരുന്നു. അപ്പോൾ ഈ പേരുകൾ ഒരു തവണ ഓടിച്ചു വായിക്കുക. അപ്പോൾ എവിടെയും കണ്ടാൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. മുഗളരും 1ാം പാനിപ്പത്ത് യുദ്ധവും. മംഗോൾ എന്ന പദത്തിൽ നിന്നാണ്, എന്ത് പദത്തിൽ നിന്നാണ്? മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിക്കുന്നത്. മുഗൾ രാജ്യസ്ഥാപകനായ ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിൻ്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചിങ്കിസ് ഖാൻ്റെയും പിൻഗാമിയായിരുന്നു. 16ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. ആരാണ്? യൂറോപ്പിൽ 16ാം നൂറ്റാണ്ടിൽ. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ചരിത്രത്തിൽ ഇതിനെ 1ാം പാനിപ്പത്ത് യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ യുദ്ധവിജയത്തിലൂടെ ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചു. അപ്പോൾ 1ാം പാനിപ്പത്ത് യുദ്ധം നടന്നത് ഇബ്രാഹിം ലോധിയും, ലോധി വംശത്തിലെ അവസാന ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും തമ്മിലാണ്. എവിടെ വെച്ച്? ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് 1526 ഇവർ ഏറ്റുമുട്ടുന്നത്. ഇതിനെയാണ് 1ാം പാനിപ്പത്ത് യുദ്ധം എന്ന് പറയുന്നത്. ഇതിൽ വിജയിച്ചതാരാണ്? ബാബറാണ്. ഇതോടെ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിതമായി. ജിസ്യോട്ട് പാതിരി പിയറി ജാറിക് അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം 1605 എഴുതിയ ഒരു അനുശോചന കുറിപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക. കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ടുതന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങൾ എന്ന തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണമായും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ആ വാക്കുകളൊന്ന് ഓർത്ത് വയ്ക്കുക. ആരാണ് പറഞ്ഞത്? ജസ്യൂട്ട് പാതിരി പിയറി ചാറിക്കാണ്. അക്ബറുടെ നിര്യാണത്തെ തുടർന്ന് അറിയിച്ച അനുശോചന കുറിപ്പാണ് എന്നുകൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ അക്ബർ അതിശക്തനായ ചക്രവർത്തിയായിരുന്നു എന്ന് അദ്ദേഹം ഇതിലൂടെ പറയുന്നുണ്ട്. ഇതാ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പിന്നെ അടുത്ത ഭാഗത്തേക്ക് പോകാം. മുഗൾ രാജവംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്ന അക്ബർ വിവിധ
മതസ്ഥരുമായി ചർച്ച നടത്തുന്ന ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. 1575 തന്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു. അപ്പോൾ 1575 അക്ബർ തന്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിലെ ഇബാദത്ത് ഖാന പണി കഴിപ്പിക്കുന്നത്. ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചതാരാണ്? അക്ബറാണ്. എവിടെയാണ് ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത്? ഫത്തേപൂർ സിക്രിയിലാണ്. എന്നാണ്? 1575. വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. അക്ബർ പിന്തുടർന്നിരുന്ന മതസഹിഷ്ണുതാ നയത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണങ്ങളാണ്. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇ ലാഹി. അപ്പൊ ദിൻ ഇ ലാഹി എന്ന ദർശനം ആരുടേതാണ്? അക്ബറുടേതാണ്. അതിലെന്താണ്? എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ദിൻ ഇ ലാഹി അക്ബർ രൂപപ്പെടുത്തിയത്. എല്ലാവർക്കും സമാധാനം അഥവാ സുൽഹ് ഇ കുൽ എന്നതാണ് ഈ ദർശനത്തിന്റെ കാതൽ. അപ്പോൾ ദിൻ ഇ ലാഹി എന്ന ദർശനത്തിന്റെ കാതൽ എന്താണ്? എല്ലാവർക്കും സമാധാനം അഥവാ സുൽഹ് ഇ കുൽ എന്നതാണ് ഈ ദർശനത്തിന്റെ കാതൽ. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇതിലൂടെ എല്ലാ ദർശനവും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് എന്ന ഒരു ആശയം വ്യക്തമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ദിൻ ഇ ലാഹി എന്ന ദർശനത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഫത്തേപൂർ സിക്രിയുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് ഭരണരംഗത്തും അക്ബർ സഹിഷ്ണുതാ നയം പിന്തുടർന്നിരുന്നു എന്നതിന് തെളിവാണ്. അപ്പം ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയതാരാണ്? അക്ബറാണ്. മുഗൾ ഭരണത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചിരുന്നു. അദ്ദേഹം മുഗൾ ഭരണത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ മതസ്ഥരെയും തുല്യരായി പരിഗണിച്ചിരുന്നു. രാജ ടോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൻദാസ്, ബീർബൽ എന്നിവർ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരിൽ പ്രധാനികളാണ്. ആരൊക്കെ? രാജ ടോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൻദാസ്, ബീർബൽ എന്നിവർ അദ്ദേഹത്തിന്റെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നവരായിരുന്നു. അക്ബർ തന്റെ അനുയായികളോട് കൽപ്പിച്ചതായിട്ട് മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തന്റെ ഓർമ്മക്കുറിപ്പായ തുസുക്കി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജഹാംഗീറിന്റെ ഓർമ്മക്കുറിപ്പ് ഏതാണ്? തുസുക്കി ജഹാംഗീറി എന്താണ്? ആരുടേതാണ്? ജഹാംഗീറിന്റെ ഓർമ്മക്കുറിപ്പാണ്. അതിൽ അദ്ദേഹം അക്ബർ കൽപ്പിച്ചിരുന്ന ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് കൽപ്പിച്ചത്? എൻ്റെ അനുയായികൾ മറ്റ് മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർത്തിച്ചു സമയം പാഴാക്കരുത്. ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹി കുൽ, എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിലൊഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത് എന്ന് അക്ബർ തൻ്റെ അനുയായികളോട് പറഞ്ഞതായിട്ട് ജഹാംഗീർ തന്റെ ഓർമ്മക്കുറിപ്പായിട്ടുള്ള തുസുക്കി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മുഗൾ സൈന്യം. മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. ഇതിനുവേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി എന്ന സൈനിക സമ്പ്രദായം നടപ്പിലാക്കിയത് അക്ബറാണ്. ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥന്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. എന്താണ് മാൻസബ്? ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണമാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിന് അനുസരിച്ചായിരുന്നു മാൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമായി ഈ സമ്പ്രദായം നടപ്പിലാക്കിയത് മാൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു. പ്രസ്തുത ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് മാൻസബ്ദാർ തന്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായിട്ട് മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കി. അപ്പം മാൻസബ്ദാരി എന്ന് പറയുന്ന സൈനിക സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? അക്ബറാണ്. അതേപോലെ മാൻസബ് എന്ന് പറയുന്നത് എന്താണ്? ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മുഗൾ ഭരണ രീതി. മുഗൾ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായി സ്വീകരിച്ചിരുന്ന ക്രമീകരണമാണ് മുഗൾ രാജ്യം എങ്ങനെയായിരുന്നു? ഏറ്റവും ഉയർന്നതിൽ സുബ, അത് കഴിഞ്ഞിട്ട് സർക്കാർ, പിന്നെ പർഖാന, അതിന് താഴെ ഗ്രാമം. ഇതൊക്കെയാണ് സുബ, സർക്കാർ, പർഖാന, ഗ്രാമം എന്നിങ്ങനെ. മുഗൾ ഭരണത്തിൽ അക്ബറിന്റെ കാലത്താണ് ഇത്തരത്തിലൊരു ഭരണക്രമം, ഈ ഒരു ഘടന വരുന്നത്. ആരുടെ കാലത്താണ്? അക്ബറുടെ കാലത്താണ്. രാജ്യത്തിന്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപന്മാരായിരുന്നു ചക്രവർത്തിയായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിനായി ഇന്നത്തെ പോലെ പ്രത്യേകതരം കോടതികളൊന്നും ഉണ്ടായിരുന്നില്ല. പകരം എന്തായിരുന്നു? തദ്ദേശീയരായ മതപണ്ഡിതര് അഥവാ ഖാസിമാര് തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചു. ഈ തീരുമാനത്തിൽ അതൃപ്തിയുള്ളവർക്ക് ചക്രവർത്തിയോട് നേരിട്ട് പരാതി കൊടുക്കാനും പറ്റും. ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനായിട്ട് മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരെയും നിയമിച്ചിരുന്നു. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്? അക്ബർ ചക്രവർത്തി ദിവാൻ-ഇ ഖാസിൽ ജനങ്ങളുടെ പരാതി കേൾക്കുന്ന ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. സാമൂഹിക സാമ്പത്തിക സ്ഥിതി.
മുഗൾ ഭരണകാലത്തെ സമൂഹത്തെക്കുറിച്ച് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും അവരുടെ യാത്രാ വിവരണങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതിയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. സമൂഹം പല തട്ടുകളായി വിഭജിച്ചിരുന്നു. അപ്പോൾ മുഗൾ ഭരണകാലത്ത് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യർ അവരുടെ യാത്രാ വിവരണങ്ങളിൽ രേഖപ്പെടുത്തി വെച്ച എന്താണ്? ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. സമൂഹം പല തട്ടുകളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു. സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിലാരാണ്? രാജാവും. ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചിരുന്നു. രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു. അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയർ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതി, ഭക്ഷണം, വസ്ത്രം എന്നിവയിൽ വളരെ വ്യത്യാസങ്ങളുണ്ട്. ബാബർ തന്റെ ഓർമ്മക്കുറിപ്പിൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതിയെക്കുറിച്ചൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഈ ദൂരം അത്രയും വഴിനീളെ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന അങ്ങാടികൾ കാണാം. ഇതെന്താണ്? മുഗൾ കാലഘട്ടത്തിലെ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായിരുന്ന റാൽഫ് ഫിച്ച്. ആരാണ്? റാൽഫ് ഫിച്ച് ഇന്ത്യയിലെ 2 നഗരങ്ങളെക്കുറിച്ച് വിശേഷിപ്പിച്ച് എഴുതി വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത്. മുഗൾ ഭരണകാലത്ത് നാം എത്രത്തോളം സാമ്പത്തിക പുരോഗതി കൈവരിച്ചിരുന്നുവെന്ന് ഈ വിവരണം സൂചിപ്പിക്കുന്നു. സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു. നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ തുടങ്ങിയ അക്കാലത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു. അബുൾ ഫസൽ തന്റെ പുസ്തകമായിട്ടുള്ള ഐൻ ഇ അക്ബരിയിൽ ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായിട്ടൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരെ? അബുൾ ഫസലിന്റെ പുസ്തകമാണ് ഐൻ ഇ അക്ബരി. ആരുടേതാണ്? അബുൾ ഫസൽ. അതിൽ ഇന്ത്യയിൽ വ്യത്യസ്ത ഇനം നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായി പറയുന്നുണ്ട്. നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല. മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യയുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നു. നമ്മളിവിടെ അബുൾ ഫസലിനെ പറഞ്ഞു. അബുൾ ഫസലിന്റെ പുസ്തകമായിരുന്നു ഐൻ ഇ അക്ബരി എന്നൊക്കെ പറഞ്ഞു. മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു അബുൾ ഫസൽ. അബുൾ ഫസലായിരുന്നു ഒരു ചരിത്രകാരനായിരുന്നു. അക്ബറിന്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു അദ്ദേഹം. അതോടൊപ്പം അക്ബറിന്റെ ഉപദേശകനായിരുന്നു, ജീവചരിത്രകാരനുമായിരുന്നു. ഐൻ ഇ അക്ബരി, അക്ബർനാമ എന്നീ ഗ്രന്ഥങ്ങൾ ആരുടേതാണ്? അബുൾ ഫസലിൻ്റെതാണ്. അബുൾ ഫസൽ ഒരു ചരിത്രകാരനായിരുന്നു, അക്ബറിന്റെ ഉപദേശകനായിരുന്നു, ജീവചരിത്രകാരനായിരുന്നു. ഐൻ ഇ അക്ബരി, അക്ബർനാമ എന്നിവ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളാണ്. ഇനി പേർഷ്യൻ ചക്രങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു. നമ്മളവിടെ വായിച്ചു. ആ പേർഷ്യൻ ചക്രത്തിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. കാർഷിക രംഗത്തെ ഉൽപാദന വർധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി. വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത്. തുണിത്തരങ്ങൾ, മസ്ലിൻ പട്ട്, പഞ്ചസാര, അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി. ജലഗതാഗതം കാര്യമായി പുരോഗതി കൈവരിച്ചു. ഇക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ഇത്: ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര. മുഗൾ ഭരണകാലത്തെ നഗരങ്ങൾ ഇന്ന് ഏതെല്ലാം രാജ്യങ്ങളിലാണ് ഉള്ളതെന്ന് ഇവിടെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. സാംസ്കാരിക സമന്വയം കൊടുത്തിട്ടുള്ളത് രസ്നാമ എന്ന പുസ്തകത്തിന്റെ പുറംചട്ടയാണ്. അത്ര വ്യക്തമല്ല. രസ്നാമ എന്നാണ്. അപ്പോൾ നമുക്കത് വായിച്ചു നോക്കാം എന്താണെന്ന്. മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിന് പുറച്ചിട്ട. അപ്പം മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്താണ് രസ്നാമ. ഈ രസ്നാമയുടെ പുറംചട്ടയാണ് കാണിച്ചിട്ടുള്ളത്. ഏത് ഭാഷയിലാണ്? പേർഷ്യൻ ഭാഷ. മഹാഭാരതത്തിന്റെ വിവർത്തനം. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ മകനായ ധാരാഷുക്കോ ആണ് ഇത് പരിഭാഷപ്പെടുത്തിയത്. ആരാണ് മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് രസ്നാമ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയത്? ഷാജഹാന്റെ മകനായ ധാരാഷുക്കോ ആണ് ഇത് പരിഭാഷപ്പെടുത്തിയത്. മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരവുമായിട്ട് കൂടിച്ചേർന്നതിന്റെ ഉദാഹരണമാണിത്. ഇക്കാലത്ത് വിവിധ മേഖലകളിൽ സാംസ്കാരിക കൂടിച്ചേരലുകളൊക്കെ നടന്നു. അത്തരത്തിലുള്ള സാംസ്കാരിക സമന്വയത്തിന്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാമെന്ന് പറയുന്നുണ്ട്. താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണങ്ങളാണ്. പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടിച്ചേർത്ത് പുതിയൊരു ഭാഷയായ ഉറുദു രൂപപ്പെട്ടതും ഇക്കാലത്താണ്. ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചതും ഈ സമന്വയത്തിന്റെ ഭാഗമായിട്ടാണെന്ന് പറയുന്നുണ്ട്. എന്താണ്? താജ്മഹലിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആഗ്ര കോട്ടയുടെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. മുഗൾ ഭരണകാലത്ത് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള സമന്വയത്തിന് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ഇനി നമ്മൾ പറയുന്നത് വിജയനഗര ഭരണമാണ്. ഇപ്പോൾ നമ്മൾ മുഗൾ ഭരണം പറഞ്ഞു. ഇനി വിജയനഗര ഭരണം. മധ്യകാലത്ത് ഡൽഹി കേന്ദ്രമായി ഭരണം നടത്തിയ മുഗൾ രാജവംശത്തെക്കുറിച്ച് നമ്മളപ്പോൾ പഠിച്ചു. ഇക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ വ്യത്യസ്തമായ രാജവംശങ്ങൾ നിലനിന്നിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ടതാണ് വിജയനഗര രാജ്യം എന്ന് പറയുന്നത്. വിജയനഗരവും ഹംപിയും. വിജയത്തിന്റെ നഗരം. ഒരേ സമയം ഒരു നഗരത്തിന്റെയും രാജ്യത്തിന്റെയും പേരായിരുന്നു ഇത്.
CE 1565 ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിലെ അത് ജനമനസ്സുകളിൽ മാത്രം നിലനിൽക്കുകയും ചെയ്തു. അവരുടെ ഓർമ്മയിൽ അത് ഹംപി എന്ന പേരിൽ നിലനിന്നു. 1800 കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. ആരാണ് കണ്ടെത്തുന്നത് ഹംപിയുടെ അവശിഷ്ടങ്ങൾ? 1800 കേണൽ മക്കൻസി. അതിലൂടെ വിജയനഗരത്തിന്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞു. ഇനി ഇതാ അന്നത്തെ വിജയനഗര സാമ്രാജ്യമാണ് കൊടുത്തിട്ടുള്ളത്, അവരുടെ പ്രദേശങ്ങളും. വിജയനഗര രാജാക്കന്മാർ ആരൊക്കെയെന്ന് കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കാം. സംഗമ രാജവംശം, അതിലാരൊക്കെയായിരുന്നു? ഹരിഹരനും ബുക്കനും. ഹരിഹരൻ, ബുക്കൻ, സംഗമ രാജവംശം. സാലുവ വംശത്തിലായിരുന്നു നരസിംഹ സാലുവ. നരസിംഹ സാലുവ, സാലുവ വംശം. തുളുവ വംശത്തിലായിരുന്നു വീരനരസിംഹനും കൃഷ്ണദേവരായരും. നമ്മൾ കേട്ടിട്ടില്ലേ, വീരനരസിംഹനും കൃഷ്ണദേവരായരും തുളുവ വംശം. അരവിടു വംശത്തിലായിരുന്നു തിരുമല, വെങ്കിട, വൺ എന്നിവർ. ഇത് ഓർത്ത് വെക്കണം, മറക്കാതെ എന്തെങ്കിലും കോഡൊക്കെ വെച്ച് കണക്ട് ചെയ്യുക. സംഗമ രാജവംശത്തിലെ ഹരിഹരനും ബുക്കനും, സാലുവ വംശത്തിലെ നരസിംഹ സാലുവ, തുളുവയിലെ വീരനരസിംഹനും കൃഷ്ണദേവരായരും, അരവിട വംശത്തിൽ തിരുമലയും വെങ്കിട വണ്ണും. ഹരിഹരൻ, ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് CE 1336 വിജയനഗരം സ്ഥാപിച്ചത്. അപ്പോൾ വിജയനഗരം സ്ഥാപിച്ചതാരാണ്? ഹരിഹരനും ബുക്കൻ എന്നീ രണ്ട് സഹോദരങ്ങളാണ് 1336 CE വിജയനഗരം സ്ഥാപിച്ചത്. ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്നു വിജയനഗരത്തിന്റെ ഏറ്റവും പ്രശസ്തമായ അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമായിരുന്നു ഇത്. ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ആരായിരുന്നു? കൃഷ്ണദേവരായരായിരുന്നു. അദ്ദേഹം ഭരിച്ചിരുന്നത് 1509 മുതൽ 29 വരെയായിരുന്നു. യൂറോപ്യൻ സഞ്ചാരിയായ ബാർബോസ പറഞ്ഞ വാക്കുകൾ താഴെ കൊടുക്കുന്നുണ്ട്. എന്താ പറഞ്ഞത് നോക്കാം. ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവുമില്ലാതെ ക്രിസ്ത്യാനിയെന്നോ ചൂതനെന്നോ മൂറെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നുപോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വവും നിറഞ്ഞതാണ്. അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി ബാർബോസ പറഞ്ഞ വാക്കുകളാണിത്. കൃഷ്ണദേവരായയുടെ കാലത്ത് കേട്ടോ. കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിനെയും വികസനത്തിനെയും കാലഘട്ടമായിരുന്നു. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്ത് നടത്തിയിരുന്നു. തലസ്ഥാന നഗരിയായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണികഴിപ്പിച്ചു. മതസഹിഷ്ണുതയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് മറ്റൊരു പ്രധാന കാരണം. എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകി. കൃഷ്ണദേവരായയുടെ കാലത്തെ കല, സാഹിത്യ, സാംസ്കാരിക മേഖലകളും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു. അസാമാന്യമായ പാണ്ഡിത്യമായിരുന്നു അദ്ദേഹം. അമുക്തമാല്യത, ജാംബവതി കല്യാണം എന്നീ കൃതികളൊക്കെ രചിച്ചിട്ടുണ്ട് അദ്ദേഹം. കൃഷ്ണദേവരായരുടെ കൃതികളാണ് അമുക്തമാല്യത, ജാംബവതി കല്യാണം. തെലുങ്ക്, കന്നഡ, തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. അഷ്ടദിഗ്ഗജങ്ങൾ എന്ന് അറിയപ്പെട്ടിരുന്ന പണ്ഡിതർ കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു. അപ്പോൾ കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നത് ആരായിരുന്നു? അഷ്ടദിഗ്ഗജങ്ങളായി. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഏതൊക്കെയായിരുന്നു? അമുക്തമാല്യത, ജാംബവതി കല്യാണം എന്നീ കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഭരണ സംവിധാനം. ഇനി വിജയനഗരത്തിലെ ഭരണ സംവിധാനം എങ്ങനെയായിരുന്നു നോക്കാം. വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ അഥവാ പ്രവിശ്യകൾ, നാടുകൾ അഥവാ ജില്ലകൾ, സ്ഥലങ്ങൾ അഥവാ ഉപജില്ലകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. രാജാവിന്റെ സഹായിക്കാന് മന്ത്രിസഭയുണ്ടായിരുന്നു. മന്ത്രിമാരെ തരം ത്തുന്നതിനും ശിക്ഷിക്കാനുമുള്ള അധികാരം രാജാവിനുണ്ട്. നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചു. അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു. ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തിരുന്നു. വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും. സൈനിക മേധാവികൾ അമരനായകന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എന്താണ് സൈനിക മേധാവികൾ അറിയപ്പെട്ടിരുന്നത്? അമരനായകന്മാർ എന്നാണ്. രാജാക്കന്മാർ ഇവർക്കായിട്ട് ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു നൽകിയിരുന്നു. ഈ പ്രദേശങ്ങൾ അമര എന്നറിയപ്പെട്ടു. എന്താണ്? അമരത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാരാണ്. ഈ പ്രദേശങ്ങളുടെ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം അമരനായകന്മാർക്ക് തന്നെയാണ്. അമരനായകർ രാജാവിന് ഒരു നിശ്ചിത തുക നൽകും. ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവയൊക്കെ നിലനിർത്തുമായിരുന്നു. ഈ വ്യവസ്ഥയെ അമരനായക സംവിധാനം എന്നാണ് വിളിച്ചിരുന്നത്. ഇനി ഇവിടുത്തെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി. വിവിധ ജാതി മത വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു വിജയനഗര സമൂഹം. ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിലെ മേധാവിത്വം. ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് അവകാശപ്പെട്ടതായിരുന്നു. ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾ, മതപരമായ ചടങ്ങുകളൊക്കെ നേതൃത്വം നൽകിയിരുന്നത് ബ്രാഹ്മണന്മാരായിരുന്നു. സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾ കൃഷി, കച്ചവടം, കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലകളിലാണ് മുഖ്യമായി ഏർപ്പെട്ടിരുന്നത്. രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും രാജാക്കന്മാർ സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തി. സമ്പന്നരുടെ ഇടയിൽ ബഹുഭാരിത്വം നിലനിന്നിരുന്നു. ശൈശവിവാഹം, സതി സമ്പ്രദായം എന്നിവയും സമൂഹത്തിൽ കാണപ്പെട്ടിരുന്നു.
ഇനി വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി ഡൊമിംഗോ പയസ് പറഞ്ഞ വാക്കുകളാണ്. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശാലവും മനോഹരവുമായ ഒരു തെരുവുണ്ട്. ഈ തെരുവിൽ നിരവധി വ്യാപാരികളും ജീവിക്കുന്നു. അവിടെ നിങ്ങൾക്ക് മാണിക്യക്കല്ലുകളും മരതകങ്ങളും പവിഴങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. അവിടെ കുതിരകൾ, ഓറഞ്ച്, മുന്തിരി, തടി തുടങ്ങിയവയെല്ലാം വിൽക്കുന്നു. ആര് പറഞ്ഞാണ്? ഡൊമിംഗോ പയസ് പറഞ്ഞതാണ് വിജയനഗരം സന്ദർശിച്ച ശേഷം. വിജയനഗരത്തിന്റെ പ്രൗഢി ആ രാജ്യം സന്ദർശിച്ച ഒട്ടേറെ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. സിൽക്ക്, പരുത്തി വസ്ത്രങ്ങളാണ് സാധാരണയായി ഉപയോഗിച്ചിരുന്നത്. വിജയനഗരത്തിന് ചുറ്റുമുള്ള വരണ്ടു കിടക്കുന്ന പ്രദേശങ്ങളെ ജലസേചന യോഗ്യമാക്കി. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരം കുളവും ഹിരിയ കനാലും തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ടും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ഭൂമി സർവേ ചെയ്ത് ഗുണനിലവാരം അനുസരിച്ച് നികുതി നിശ്ചയിച്ചു. ഭൂനികുതിക്ക് പുറമെ തൊഴിൽ നികുതി, വീട്ടുനികുതി, വിവിധ തരത്തിലുള്ള ലൈസൻസ്, ഫീസുകൾ, കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ എന്നിവയെല്ലാം ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗങ്ങളായി. വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വികാസം പ്രാപിച്ചു. ഇന്ത്യയുടെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികൾ പേരുകേട്ട വിജയനഗരത്തിൽ എത്തിച്ചേർന്നു. ഭരണാധികാരികൾ വിദേശ വ്യാപാരത്തിന് വളരെയേറെ പ്രോത്സാഹനം നൽകി. പോർച്ചുഗീസുകാർ അറബികൾക്കുമായിരുന്നു വിദേശ വ്യാപാരത്തിന്റെ കുത്തക ഉണ്ടായിരുന്നത്. ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായും വ്യാപാരം നടത്തി. അറേബ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടം പ്രധാനമായി നടത്തിയിരുന്നത് അറബികളായിരുന്നു. കുതിരകൾ കച്ചവടത്തിലെ ഒരു പ്രധാന ഇനമായിരുന്നു. കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാരെ കുതിരച്ചെട്ടികൾ എന്നറിയപ്പെട്ടിരുന്നതാണ് കുതിരച്ചെട്ടികൾ. കാലക്രമേണ അറബികളെ പിന്തള്ളി പോർച്ചുഗീസുകാർ കച്ചവടത്തിൽ മുന്നിലെത്തി. വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി. നഗരത്തിൽ നിന്ന് ലഭിച്ച ചൈനീസ് മൺപാത്രങ്ങൾ ചൈനയുമായുള്ള കച്ചവടത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. ഇനി സാംസ്കാരികം. ഹസാര രാമക്ഷേത്രം. ഹംപിയിലെ ഹസാര രാമക്ഷേത്രത്തിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. വിത്തല സ്വാമി ക്ഷേത്രം, ഹംപി. അപ്പോൾ വിത്തല സ്വാമി ക്ഷേത്രവും ഹസാര സ്വാമി രാമക്ഷേത്രമൊക്കെ എവിടെയാണ്? ഹംപിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗവും വലിയ പുരോഗതി കൈവരിച്ചു. വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിന് വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചു. വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ വിജയനഗരകാലത്ത് അഭൂതപൂർവമായ വളർച്ചയുണ്ടായി. കൃഷ്ണദേവരായ പോലെയുള്ള രാജാക്കന്മാർ കലയുടെയും സാഹിത്യത്തിന്റെയും സംരക്ഷകരായിരുന്നു. ദ്രാവിഡ ശില്പരീതിയാണ് അന്ന് കൂടുതലായും പ്രാബല്യത്തിലുണ്ടായിരുന്നത്. ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങളാണ് വിജയനഗര ശില്പകലയുടെ മറ്റൊരു പ്രധാന സവിശേഷത. വിരൂപാക്ഷ ക്ഷേത്രം, ഹംപി. ലോട്ടസ് മഹൽ, ഹംപി. അപ്പോൾ ഈ ക്ഷേത്രങ്ങളുടെ പേരുകളൊക്കെ ഓർത്തേക്ക്. ഇതൊക്കെ എവിടെയാണ്? ഹംപിയിലാണ്. ലോട്ടസ് മഹൽ, വിരൂപാക്ഷ ക്ഷേത്രം, പിന്നെ വിത്തല സ്വാമി ക്ഷേത്രം, ഹസാര രാമക്ഷേത്രം ഒക്കെ എവിടെയാണ്? ഹംപിയിലാണ്. സാഹിത്യരംഗവും ഇക്കാലത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചു. തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത്. കൂടാതെ നിരവധി സംസ്കൃത കൃതികൾ വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതും ഈ കാലഘട്ടത്തിലാണ്. ഇത്രയും കാര്യങ്ങൾ മുഗൾ ഭരണകാലത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അവിടുത്തെ ജീവിത രീതികൾ, അവിടെ നിന്നിരുന്ന നികുതി സമ്പ്രദായങ്ങൾ, അവിടുത്തെ ഭരണാധികാരികൾ, പിന്നെ ആ പ്രദേശം സന്ദർശിച്ച വിദേശീയർ പറഞ്ഞിട്ടുള്ള വാക്കുകൾ, ഇങ്ങനെ ഒരുപാട് പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ വിവിധ സാംസ്കാരികവും കലാപരവുമായിട്ടുള്ള സൃഷ്ടികൾ, ക്ഷേത്രങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. എല്ലാതും സെപ്പറേറ്റ് ആയിട്ട് നോട്ട് എഴുതി വെക്കുക. എന്നിട്ട് ഒരു തവണ കൂടി വായിച്ചു വെക്കുക.